Critical Path Method or CPM. Problem: the following table gives the activities in a construction project and other informations. Activity 1 2 in the time 4, 1 3 1, 2 4 1, 3 4 1, 3 5 6, 4 9 9. Then activity 5 6 in the time 4, 5 4 5 7 8, 6 8 1, 7 8 2, 8 10 5, 9 10 7. First question: draw or construct network diagram. Second, compute TE and TL for each event. Find EST, LST, EFT and LFT values of all activities. Find fourth question: find critical path and project duration. Critical path method വെച്ചാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. ഇവിടെ ആക്ടിവിറ്റീസ് 1 2 1 2 1 3 1 2 3 ഉണ്ട്. ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ 1 2 1 3 1 2 ഉണ്ട്, 3 ഉണ്ട്, 4 5 6 7 8 9 10. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് വരയ്ക്കുമ്പോൾ 1 വരയ്ക്കാം. അപ്പോൾ ആക്ടിവിറ്റി 1 ഒരു സർക്കിൾ വരയ്ക്കുന്നു. ദെൻ 2. അപ്പം ആക്ടിവിറ്റി 1 2. അപ്പം 1ൽ നിന്ന് 2 ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പം 1ൽ നിന്ന് 2 ഒരു ആക്ടിവിറ്റി ഉണ്ട്. 4 ആണ് ആക്ടിവിറ്റി. അപ്പം 1ൽ നിന്ന് 2 ആക്ടിവിറ്റി. അപ്പം അത് 1ൽ നിന്ന് 2 ആയതുകൊണ്ട് ആരോ മാർക്ക് ഇങ്ങനെ ഇടുന്നു. 1ൽ നിന്ന് 2 ഉണ്ട്. അതിൻ്റെ ടൈം 4 ആണ്. സോ നെക്സ്റ്റ് 1ൽ നിന്ന് 3 1. അപ്പോൾ 1ൽ നിന്ന് 3 വരയ്ക്കണം. 1ൽ നിന്ന് അപ്പോൾ ഇവിടെ നിന്ന് 3 വരയ്ക്കുന്നു. ആരോ മാർക്ക് ഇടണം. ടൈം 1 ആണ്. അടുത്ത 2ൽ നിന്ന് 4 ടൈം 1 ആണ്. അപ്പോൾ 2ൽ നിന്ന് 4 വരയ്ക്കണം. 2ൽ നിന്ന് 4 വരയ്ക്കുന്നു. ടൈം 1 ആണ്. അടുത്തത് 3ൽ നിന്ന് 3ൽ നിന്ന് 1 ആണ്. സോ 3ൽ നിന്ന് 1 വരയ്ക്കുന്നു. 3ൽ നിന്ന് 1 വരയ്ക്കുന്നു. ദെൻ 3ൽ നിന്ന് 6 ആണ്. അപ്പോൾ 3ൽ നിന്ന് 5 വരയ്ക്കണം. 3ൽ നിന്ന് 5 വരയ്ക്കുമ്പോൾ 3ൽ നിന്ന് 5 വരയ്ക്കുമ്പോൾ 6 ആണ്. 3ൽ നിന്ന് 5 6 ആണ്. ദെൻ അടുത്തത് 4ൽ നിന്ന് 9 4ൽ നിന്ന് 9 5 ആണ്. 4ൽ നിന്ന് 9 അല്ല, സോറി 5 ആണ്. ക്വസ്റ്റ്യൻ 5 ആണ്. 4ൽ നിന്ന് 9 5 ആണ്. അപ്പോൾ 4ൽ നിന്ന് 9 വരയ്ക്കണം. 4ൽ നിന്ന് 9 വരയ്ക്കണം. അപ്പോൾ 5 ആണ്. ദെൻ നെക്സ്റ്റ് 5ൽ നിന്ന് 6 5ൽ നിന്ന് 6 4. അപ്പോൾ 5ൽ നിന്ന് 6 വരയ്ക്കണം. 4. ദെൻ 5ൽ നിന്ന് 7. 5ൽ നിന്ന് തന്നെ 7 വരയ്ക്കണം. അപ്പോൾ ഇവിടുന്ന് 7 വരയ്ക്കാം. 7 വരയ്ക്കുമ്പോൾ 8 ആണ്. അപ്പോൾ 5ൽ നിന്ന് 7 വരയ്ക്കുമ്പം 8. അടുത്തത് 6ൽ നിന്ന് 8. അപ്പോൾ 6ൽ നിന്ന് 8 6ൽ നിന്ന് 8 വരയ്ക്കുന്ന ടൈം 1 ആണ്. ദെൻ 7ൽ നിന്ന് 8 7ൽ നിന്ന് 8 ടൈം 2 ആണ്. ദെൻ 8ൽ നിന്ന് 10 8ൽ നിന്ന് 10 വരയ്ക്കണം. 8ൽ നിന്ന് 10 8ൽ നിന്ന് 10 5 ആണ്. ദെൻ 9ൽ നിന്ന് 10 7 ആണ്. അപ്പം 9ൽ നിന്ന് 10 വരയ്ക്കണം. 10 7 ആണ്. അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പം തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് സർക്കിൾ വരച്ച് എഴുതിയിട്ട് ടൈം അടയാളപ്പെടുത്തുക. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് ഡ്രോ യുവർ കൺസ്ട്രക്ട് നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പം നെറ്റ്വർക്ക് ഡയഗ്രാം വായിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ്
ടി ഇയും ടി എല്ലും. ടി ഇ കണ്ടുപിടിക്കണം. ടി ഇ എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമാണ്. ഇവൻറ്റ് ടൈം, ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം ടി ഇ. ഇപ്പം ടി ഇ കണ്ടുപിടിക്കണം. ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമാണ്. ദാറ്റ് ഈസ് E1. E1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം E1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം E1 ഈസ് ഈക്വൽ ടു സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് E1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ E2 എന്ന് പറഞ്ഞാൽ E2 ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 ഇതാണ്. E2 കണ്ടുപിടിക്കുമ്പം E1 പ്ലസ് ടൈം ഡ്യൂറേഷന്. ഇപ്പം E1 പ്ലസ് ടൈം ഡ്യൂറേഷൻ. ഇപ്പം 1, 2ൻ്റെ ടൈം ഡ്യൂറേഷൻ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പം E1 0 ആണ്. 0 പ്ലസ് 4 4. ദെൻ E3. ഇപ്പം E3 നോക്കുക. E3 എന്ന് വരുന്നത് E1 ആണ്. അപ്പം E1 പ്ലസ് ടൈം ഡ്യൂറേഷൻ 1 ആണ്. E1 0 ആയതുകൊണ്ട് E1 പ്ലസ് 1 1. ദെൻ നെക്സ്റ്റ് E4. ഇപ്പം E4 എന്ന് പറയുമ്പം രണ്ടിടത്തുനിന്നാണ് E4 വരുന്നത്. അതായത് E2-ൽ നിന്നും E3-ൽ നിന്നും വരുന്നുണ്ട്. സോ E4 എഴുതുമ്പം മാക്സിമം ഓഫ് E2-ൽ നിന്ന് E2 പ്ലസ് 1ഉം ഇവിടെ E3 പ്ലസ് 1ഉം. E4 രണ്ടിടത്തു നിന്നാണ് വരുന്നത്. E2-ൽ നിന്നും E3-ൽ നിന്നും വരുന്നുണ്ട്. സോ മാക്സിമം ഓഫ് E2 പ്ലസ് 1ഉം E3 പ്ലസ് 1ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 പ്ലസ് 1 5. E3 എന്ന് പറയുന്ന 1 ആണ്. സോ 1 പ്ലസ് 1 2. സോ മാക്സിമം എടുക്കുമ്പം 5. ദെൻ E5 കണ്ടുപിടിക്കുമ്പം E5 ഇവിടെയാണ്. E3 പ്ലസ് 6. E3 പ്ലസ് 6 ആണ് ചെയ്യേണ്ടത്. E3 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 പ്ലസ് 6 7. ദെൻ E6 എന്ന് പറയുമ്പം E5 പ്ലസ് 4. E5 എന്നുള്ളത് 7 ആണ്. 7 പ്ലസ് 4 11. ദെൻ E7 കണ്ടുപിടിക്കണം. E7 എന്ന് പറയുന്നത് E5 പ്ലസ് 8. E5 ഈസ് ഈക്വൽ ടു 7 പ്ലസ് 8 15. ദെൻ E8 എന്ന് പറയുമ്പോൾ E8 രണ്ടിടത്തു നിന്നാണ് വരുന്നത്. അപ്പം മാക്സിമം എഴുതണം. മാക്സിമം ഓഫ് E7. ഇപ്പം 8 വരുന്നത് നോക്കുക. 8 വരുന്നത് E7ഉം E6 എന്നുമാണ്. അപ്പം E7 പ്ലസ് 2ഉം E7 പ്ലസ് 2 പിന്നെ E6 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E7 എന്ന് പറയുന്നത് 15 പ്ലസ് 2 17. E6 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 11 പ്ലസ് 1 12. അപ്പോൾ മാക്സിമം എടുക്കുമ്പം 17. ദെൻ E9 E4 പ്ലസ് 5. E4 എന്ന് പറയുന്ന 5 ആണ്. സോ 5 പ്ലസ് 5 10. ദെൻ E10 എന്ന് പറയുന്ന E10 രണ്ടിടത്തു നിന്ന് വരുന്നുണ്ട്. മാക്സിമം എടുക്കണം. അപ്പം മാക്സിമം ഓഫ് വരുന്ന E9 പ്ലസ് 7ഉം ഉണ്ട്. E8 പ്ലസ് 5ഉം ഉണ്ട്. അപ്പോൾ 10 വരുന്നത് E9 പ്ലസ് 7ഉം E8 പ്ലസ് 5ഉം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E9 പ്ലസ് 7. അതായത് E9 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 7 17. E8 പ്ലസ് 5. E8 എന്ന് പറയുന്നത് 17 പ്ലസ് 5 22. മാക്സിമം 22. ഇപ്പം TE നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് TL.
TL എന്ന് പറഞ്ഞാൽ TE എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമാണ്. TL എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം. നമ്മൾ ഇങ്ങനെ വന്നതാണ് ഇവിടെ ചെയ്തത്. ഇനി തിരിച്ചു പോരുന്നതാണ് ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം എഴുതേണ്ടത്. ദെൻ ഇപ്പം നമ്മളിവിടെ E1, E2, E3, E4, E5 E10 വരെ ചെയ്തു. ഇപ്പം ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം എന്ന് പറയുമ്പം L10 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. L10 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. L10 എന്ന് പറഞ്ഞാൽ E10 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E10 എന്ന് പറയുന്നത് 22. ദെൻ L9 എന്ന് പറഞ്ഞാൽ L9 ഇവിടെ നോക്കുക. L9 എന്ന് പറയുമ്പോൾ 10 നിന്നാണ് തിരിച്ചു പോകുന്നു നോക്കണം. ഇപ്പം L10 - 7 ദാറ്റ് ഈസ് 22 - 7 15. ദെൻ L8 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക. L8 വരുന്നത് 10 നിന്നാണ്. അപ്പം L10 - 5. L10 - 5. അപ്പം L10 എന്നുള്ളത് 22 - 5 17. ദെൻ L7 നോക്കുക. 7 വരുന്നത് 80 എന്നാണ്. അപ്പം L8 - 2. L8 - 2 എന്ന് പറയുമ്പം 17 - 2 15. ദെൻ L6 എന്ന് പറയുമ്പം 6 വരുന്ന 8. അപ്പം L8 - 1. L8 എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ 17 - 1 16. ദെൻ L5. അപ്പോൾ L5ൻ്റെ നോക്കണം. ഇപ്പോൾ പുറകോട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ L6 നിന്നും 7 നിന്നും വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത മാക്സിമം ആണ്. അപ്പോൾ L ചെയ്യുമ്പം ചെയ്യേണ്ടത് മിനിമം ആണ്. മിനിമം ഓഫ് L5 എന്ന് പറയുന്നത് L6 - 4 L7 - 8. L6 - 4 L7 - 8. That is equal to minimum of L6 എന്ന് പറയുന്നത് 16 - 4 അപ്പം 12. L7 എന്ന് പറയുന്നത് 15 - 8 7. സോ മിനിമം എന്ന് പറയുന്നത് 7 ആണ്. ദെൻ L4. അപ്പം L4 നോക്കുക. L4 L9 എന്നാണ്. L9 - 5. അപ്പം L9 15 - 5 10. ദെൻ L3. അപ്പം L3 നോക്കുമ്പം L3 രണ്ടിടത്തു നിന്നാണ് വരുന്നത്. അപ്പം മിനിമം എടുക്കണം. മിനിമം ഓഫ് L5 - 6 L4 - 1. ഇപ്പം L5 ഇവിടെ നോക്കാം. 5 നിന്നും 4 നിന്നുമാണ് വരുന്നത്. 4 നിന്ന് വരുന്ന -1 -6 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് L5. L5 ഈസ് ഈക്വൽ ടു 7 - 6 1 ആണ്. L4 16. L4 എന്ന് പറയുന്ന L4 10 ആണ്. അപ്പം 10 - 1 9. അപ്പം മിനിമം ഓഫ് 1ഉം 9ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ L2 എന്ന് പറയുന്നത് നോക്കുക. L4 - 1 ആണ്. L4 - 1. L4 എത്രയാണ്? 10 ആണ്. അപ്പം 9. ദെൻ L1 ഈസ് ഈക്വൽ ടു L1 കണ്ടുപിടിക്കണം. L1 കണ്ടുപിടിക്കുന്ന മിനിമം ഓഫ് രണ്ടിടത്തു നിന്നാണ് വരുന്നത്. L1 വരുന്നത് L2 - 4ഉം L3 - 1ഉം ആണ്. L2 - 4ഉം L3 - 1ഉം ദാറ്റ് ഈസ് മിനിമം ഓഫ് 4. L2 എന്ന് പറയുന്നത് 9 ആണ്. 9 - 4 5ഉം L3 - 0ഉം. അപ്പം മിനിമം 0 വരും.
ഇത് 5ഉം 0യുമാണ്. സോ മിനിമം 0. അപ്പം നമ്മൾ എല്ലാം TL-ഉം TE-യും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് EST, LST, EFT, LFT ആണ്. നമുക്കൊരു ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ടേബിൾ വരയ്ക്കുവാണ്. ആക്ടിവിറ്റീസ്, ടൈം, ദെൻ EST, EFT, LST, LFT, ദെൻ ടോട്ടൽ ഫ്ലോട്ട്. അങ്ങനെ ഒരു ടേബിൾ വരച്ച് ചെയ്യാം. അപ്പോൾ ആക്ടിവിറ്റി, നമുക്ക് ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യനിൽ നോക്കാം ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് എല്ലാം എഴുതുന്നു. അപ്പം 1 2 1 3 2 4 3 4 3 5 4 9 5 6 5 7 6 8 7 8 8 10 9 10. അപ്പോൾ ഇത്ര ആക്ടിവിറ്റീസ് എഴുതുന്നു. ദെൻ ടൈം എഴുതുന്നു. 4 1 1 1 6 5 4 8 1 2 5 7. ദെൻ EST എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിൻ്റെ സ്റ്റാർട്ടർ നോക്കുക. അപ്പം 1 2, അപ്പോൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ E1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ E1ൻ്റെ വാല്യൂ 0 സോ 0. ഇത് E1 ആണ്, സ്റ്റാർട്ടാണ്. അപ്പം 0. ദെൻ E2ൻ്റെ വാല്യൂ 4 ആണ്. സോ 4. ദെൻ E3യുടെ വാല്യൂ 1 ആണ്. സോ 1. ഇവിടെ E3 ആണ് 1. ഇവിടെ E4ൻ്റെ വാല്യൂ 5 ആണ്. 5. E4ൻ്റെ വാല്യൂ 5 ആണ്. ദെൻ 5. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 5 ആണ്. അപ്പോൾ 5 സ്റ്റാർട്ട് ചെയ്യുന്ന E5ൻ്റെ വാല്യൂ 7 ആണ്. അപ്പോൾ 7. ദെൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന E6 ആണ്. അപ്പോൾ E6ൻ്റെ വാല്യൂ 11. E6ൻ്റെ ഇവിടെ 7 ആണ്. അപ്പോൾ E7ൻ്റെ വാല്യൂ 15. ദെൻ ഇവിടെ E8ൻ്റെ വാല്യൂ 17 ആണ്. അപ്പോൾ 17. E9ൻ്റെ വാല്യൂ 10 ആണ്. സോ 10. അപ്പം EST എഴുതി കഴിഞ്ഞു. 0 0 4 1 1 5 7 7 11 15 17 10. ദെൻ LFT എഴുതണം. LFT എന്ന് പറയുമ്പോൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ E2ൻ്റെ വാല്യൂ എഴുതണം. ഫിനിഷ് ചെയ്യുന്ന 2ൽ E2. E2 E3യുടെ വാല്യൂ എഴുതണം. E2ൻ്റെ വാല്യൂ 4 ആണ്. സോ 4. ഇവിടെ E3യുടെ വാല്യൂ 1 ആണ്. E4ൻ്റെ വാല്യൂ 5 ആണ്. ഇവിടെ ഇവിടെ 4 ആണ്. അപ്പോൾ 2 4ൻ്റെ നമ്മൾ നോക്കിയപ്പം 2 4ൻ്റേത് 5 കിട്ടി. ദെൻ 3 4ൻ്റെ ആണ് എടുത്തത്. അപ്പോൾ 4. E4ൽ 3 കിട്ടുന്നത് 2 ആണ്. സോ 2 എഴുതുന്നു. ദെൻ 3 5ൽ ഫിനിഷ് ആണെന്ന് നോക്കണം. അപ്പോൾ E5 7 ആണ്. ദെൻ E9 10 ആണ്. ദെൻ E6 11. ഇവിടെ E7 15. ദെൻ E8 നോക്കേണ്ടത്. E8 ഇവിടെ 8 ആണ്. 6 8ൻ്റെ ആണ്. അപ്പോൾ 6ൻ്റെ വരുമ്പം 12. 6ൻ്റെ വരുമ്പം 12 ആണ്. ദെൻ 7 8. അപ്പോൾ E8ൻ്റെ 7ൻ്റെ വരുമ്പം 17. ദെൻ E10 ഇവിടെ ഫിനിഷ് ചെയ്യുന്ന 10 ആണ്. അപ്പോൾ 10ൻ്റെ നോക്കണം. അപ്പം നമുക്ക് വേണ്ടത് 8 10ൻ്റെ ആകുമ്പം 22. ഇവിടെ E10ൻ്റേത് 9ൻ്റെ വരുന്നത്
17. Then അടുത്തത് LST കണ്ടുപിടിക്കണം. LST ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് LST സ്റ്റാർട്ടാണ്. ഇവിടെ നോക്കുക, L1 ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 2 ആണ്. അപ്പോൾ L1 1 2 വരുമ്പോൾ 5 ആണ്. സോ 5. ദെൻ 1 3. L1 3 വരുന്നത് 0 ആണ്. അപ്പോൾ 5 0. ദെൻ L2 വരുന്നത് 9 ആണ്. സോ 9. ദെൻ L3 രണ്ടെണ്ണം ഉണ്ട്. L3 നമുക്കിവിടെ വേണ്ട 3 4 ആണ്. അപ്പോൾ L3 3 4 ആകുമ്പം 9, മറ്റേത് 1. അപ്പം 9 1. ഈ 4 9. അപ്പോൾ L4 10 ആണ്. സോ 10. ദെൻ 5 6ൻ്റെ L5ൻ്റെ 5 6ൻ്റെ L5 ആണ് വേണ്ടത്. L5 ആണ് വേണ്ടത്. L5 വരുമ്പോൾ 12. ദെൻ ഇവിടെ L5ൻ്റെ 7 വരുമ്പം 7. then അടുത്തത് L6ൻ്റെ വാല്യൂ 16. then L7 വരുന്നത് 15. then L8 ഇവിടെ L8 വരുന്നത് 17. then L9 വരുന്നത് 15. ഇനി LFT എന്ന് പറയുമ്പോൾ ഫിനിഷാണ് നോക്കേണ്ടത്. ഫിനിഷ് എന്ന് പറയുമ്പം ഇവിടെ ലാസ്റ്റ് L2 ആണ് നോക്കേണ്ടത്. L2 എന്ന് പറയുമ്പം 9 ആണ്. സോ 9. ഇവിടെ L3 വരുന്നത് നമുക്ക് 1 3 ആണ് വേണ്ടത്. അപ്പോൾ L3 വരുന്നത് L3 ആണ്. L3 എന്ന് പറയുന്ന 1. ദെൻ L4 രണ്ടെണ്ണം ഉണ്ട്. L4 ഇവിടെ 10. അപ്പം 10. ദെൻ L5 ആണ്. L5 7. ദെൻ L9 15. ദെൻ L6 16. L7 ആണ് അടുത്തത് വേണ്ട. L7 15. ദെൻ L8 17. ദെൻ L8 17. L10 22. ദെൻ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ LST മൈനസ് EST ആണ് ചെയ്യേണ്ടത്. അതായത് LST എന്ന് പറയുന്നതും LST മൈനസ് EST ചെയ്യണം. അപ്പോൾ 5 - 0 5 - 0 5. 0 - 0 0. 9 - 4 5. 9 - 1 8. 1 - 1 0. 1 - 1 0. 10 - 5. 12 - 7 5. 7 - 7 0. 16 - 11 5. 15 - 15 0. 17 - 17 0. 15 - 10 5. അപ്പം ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിച്ചു. അപ്പം ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ. അപ്പം ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. അപ്പം ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ എത്രയും ചെയ്ത് കഴിഞ്ഞ്
ഈ ടോട്ടൽ ഫ്ലോട്ടിൽ 0 വരുന്ന ഏതൊക്കെ ആക്ടിവിറ്റീസിനാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 0 വന്നിരിക്കുന്നത് 1, 3ക്ക് 0 വന്നിട്ടുണ്ട്. ദെൻ 0 വന്നിരിക്കുന്നത് ഇവിടെ 3, 5ന് 0 വന്നിട്ടുണ്ട്. ദെൻ 0 വന്നിരിക്കുന്നത് 5, 7ന് 0 വന്നിട്ടുണ്ട്. ദെൻ 0 വന്നിരിക്കുന്നത് 7, 8ന് വന്നിട്ടുണ്ട്. ദെൻ 8, 10ന്. ഇത്രയാണ് 0 വന്നിരിക്കുന്നത്. അപ്പോൾ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് ഈ ആക്ടിവിറ്റീസ് ഒന്നുകൂടെ വരയ്ക്കുക. അപ്പം 1, 3ക്ക് 1, 3 ഇങ്ങനെ ഘടിപ്പിച്ച് വരയ്ക്കുക. ദെൻ 3, 5, 5, 7, 7, 8, 8, 10. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് 1, 3, 3ൽ നിന്ന് 5ലോട്ട്, 5ൽ നിന്ന് 7ലോട്ട്, 7ൽ നിന്ന് 8ലോട്ട്, 8ൽ നിന്ന് 10ലോട്ട്. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്തീസ്. ഇപ്പം ക്രിട്ടിക്കൽ പാത്ത് ഇതാണ് 1, 3, 5, 7, 8. അത് ഫിഗറിൽ കാണിക്കണം. എന്നിട്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പ്രോജക്റ്റ് ഡ്യൂറേഷനും കണ്ടുപിടിക്കേണ്ട. അപ്പം 1, 3 എന്ന് വരുന്നത് 1 ആണ്. സോ 1 പ്ലസ് 3, 5ൽ നിന്ന് ഡ്യൂറേഷൻ 6 ആണ്. അപ്പോൾ 6 പ്ലസ് 5, 7ൽ നിന്ന് 8 പ്ലസ് അടുത്ത് 2 പ്ലസ് 5. അപ്പം ഡ്യൂറേഷൻ എന്നുള്ളത് 1, 3 എന്ന് വരുന്ന 1 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 2 പ്ലസ് 15. 10, 15, 21, 22 ആണ് ഡ്യൂറേഷൻ. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് മിനിമം ടൈം 22. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മിനിമം ടൈം 22 ആണ്. ഈ പാത്താണ് ഷോർട്ടസ്റ്റ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ LST മൈനസ് EST കണ്ടുപിടിക്കണം. അപ്പോൾ LSTയും ESTയും വേണം. LST ESTയും കണ്ടുപിടിക്കണമെങ്കിൽ E1 E2 കണ്ടുപിടിക്കണം. TLും കണ്ടുപിടിക്കണം. സോ ഫൈനൽ ആൻസർ 22.